ഇങ്ങനെ ഒരു ബർത്ത്ഡേ ഡെക്കോർ നമ്മൾക്ക് വീട്ടിലെങ്ങനെ സെറ്റ് ചെയ്തെടുക്കാന്നാണ് ഇന്നത്തെ വീഡിയോ. കുറച്ച് കഷ്ടപ്പെട്ട ആർക്ക് വേണമെങ്കിലും ഇതുപോലെ ഒരു ഡെക്കോർ നമുക്ക് വീട്ടിൽ തന്നെ സെറ്റ് ചെയ്തെടുക്കാം. ആദ്യം തന്നെ നമുക്ക് ആ ബലൂൺ വെച്ചിട്ടുള്ള റിങ് എങ്ങനെ സെറ്റ് ചെയ്തിട്ടുള്ളത് നോക്കാം. അപ്പം നമ്മളിവിടെ അടുത്തുള്ളൊരു ഷോപ്പിൽ പോയിട്ട് 2 PVC പൈപ്പ് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു PVC പൈപ്പിൻ്റെ പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും വളക്കാം, എങ്ങനെ വേണമെങ്കിലും ഫോൾഡ് ചെയ്യാൻ, പൊട്ടൊന്നുമില്ല കേട്ടോ. അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഇങ്ങനെ ഈ ഒരു PVC പൈപ്പ് മേടിക്കാൻ തന്നെ കാരണം. അപ്പം നമുക്കിത് റൗണ്ട് ഷേപ്പിലാക്കാം, അല്ല വെറും ബലൂൺ ആർച്ച് പോലെ അങ്ങനെ വേണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ആക്കിയെടുക്കാം. ഞാനിവിടെ ചെയ്തെടുത്തത് റൗണ്ടിൽ തന്നെയാട്ടോ. ഇതിൻ്റെ 2 അറ്റവും തമ്മിൽ നമുക്ക് ഇനി ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അറ്റങ്ങൾ തമ്മിൽ കണക്ട് ചെയ്യാൻ അവരെന്നെ അത് കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ആ പൈപ്പ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതൊന്ന് അതിൻ്റെ ഉള്ളിലേക്കൊന്ന് വെച്ചുകൊടുത്താൽ മാത്രം മതി. ഇനി നിങ്ങൾക്ക് ഈ റൗണ്ട് ഷേപ്പ് മാത്രം മതി എന്നുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ വെച്ചാൽ മതി കേട്ടോ. പിന്നെ എനിക്ക് അതിൻ്റെ താഴെ ഒന്ന് സ്റ്റാൻഡ് കൂടി ഉണ്ടെങ്കിൽ നന്നായി എന്ന് തോന്നിയതുകൊണ്ടാണ് ഞാൻ ഒരു സ്റ്റാൻഡും കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നമുക്ക് ഈ 2 പൈപ്പ് തികഞ്ഞില്ല. പിന്നെ നമ്മുടെ വീട്ടിൽ തന്നെ ഒരു ചെറിയ പൈപ്പിന്റെ കഷ്ണം ഉള്ളതുകൊണ്ട് നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്തതാണ്. അപ്പോൾ ഇങ്ങനെ പൈപ്പ് മേടിച്ച് സ്റ്റാൻഡും കൂടെ ഉണ്ടാക്കണം എന്നുള്ളവര് ഒരു 3 പൈപ്പ് മേടിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മുടെ ഈ റിങ്ങിനൊരു സ്റ്റാൻഡ് വേണമല്ലോ. അപ്പോൾ സ്റ്റാൻഡിന് വേറെ പൈപ്പൊന്നും നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് അത്രയും വലിയൊരു റിങ്ങിൻ്റെ ആവശ്യമില്ല. അങ്ങനെ നമ്മൾ ആ റിങ് ഒന്ന് കട്ട് ചെയ്ത് ചെറുതാക്കാമെന്ന് വിചാരിച്ച് അത് നമ്മളൊരു മേശയൊക്കെ വലിച്ചു കൊണ്ടിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിൻ്റെ 2 പൈപ്പിൽ ഒരു ചെറിയ ചെറിയ ഭാഗങ്ങൾ കട്ട് ചെയ്തെടുത്തു. ഉമ്മ ടൈലറിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ടാപ്പ് ഉണ്ട്, അതിൽ വെച്ചിട്ടാണ് ഞാൻ അളവ് എടുത്തത് കേട്ടോ. അതിൽ 20 ഇഞ്ചിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തത്. അപ്പം നമുക്ക് ഈ ഒരു വലിപ്പത്തിലുള്ള 2 പൈപ്പാണ് കേട്ടോ കിട്ടുക. നമുക്ക് ഇത് പോരാ. അപ്പോൾ ഇതേപോലെ ഒരു വലിപ്പമുള്ള 2 പൈപ്പും കൂടെ വേണം. അത് നമ്മളെ വീട്ടിൽ തന്നെ ഉള്ളതുകൊണ്ട് ഞാൻ അത് വെച്ചിട്ട് ഒപ്പിച്ചതാണ്. നമ്മുടെ റിങ്ങിനുള്ള പൈപ്പ് നമ്മൾക്ക് പഴയ പോലെ തന്നെ റിങ് ആക്കിയിട്ട് എടുക്കാം. അത് അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ഒന്ന് കണക്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പം നമ്മുടെ റിങ് ഈ ഒരു വലിപ്പത്തിലായിട്ട് കിട്ടിയിട്ടുണ്ട്. അത്ര തന്നെ നമുക്ക് ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ. ഇനി നമ്മുടെ സ്റ്റാൻഡിന് വേണ്ടിയിട്ടുള്ള 4 പൈപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിൽ 2 എണ്ണം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കി 2 എണ്ണത്തിന്റെ കറക്റ്റ് നടുഭാഗത്ത് നമ്മൾ അതൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കണം. 2 എണ്ണം കട്ട് ചെയ്തെടുക്കുക, 2 എണ്ണം മാറ്റി വെക്കുക. അപ്പം നമ്മുടെ കയ്യിൽ മൊത്തം 6 പൈപ്പാട്ടോ നമ്മുടെ സ്റ്റാൻഡ് ഉണ്ടാക്കാനുള്ളത്. ഇനി ഇതുപോലെ T ഷേപ്പിലുള്ള പൈപ്പൊക്കെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം നമുക്ക് ഷോപ്പിലൊക്കെ മേടിക്കാൻ കിട്ടും. നമ്മൾ ഈ 2 പൈപ്പ് മേടിച്ച അതേ ഷോപ്പിൽ നിന്നാട്ടോ നമ്മൾ ഇത് മേടിച്ചത്. അപ്പം നമ്മൾ മുറിച്ച് വെച്ച 2 പൈപ്പും ഈ T ഷേപ്പിലുള്ള സാധനത്തിൻ്റെ 2 അറ്റങ്ങളിലായിട്ട് ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ദെൻ മുകളിലുള്ളൊരു ഭാഗത്ത് നമ്മൾ ഈ വലിയ പൈപ്പില്ല, മുറിച്ച് വെച്ച വലിയ പൈപ്പും കൂടെ ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മൾ 2 എണ്ണം അങ്ങനെ ഉണ്ടാക്കിയെടുത്തു കേട്ടോ. അപ്പം നമ്മളെ ബലൂണിൻ്റെ ഈ റൗണ്ട് ഷേപ്പിലുള്ള സംഭവത്തിന് വേണ്ടിയിട്ടുള്ള സ്റ്റാൻഡായി. അപ്പോൾ നമ്മൾ ഉണ്ടാക്കി നോക്കിയ 2 സ്റ്റാൻഡും കൂടെ നമ്മുടെ റിങ്ങിലൊന്ന് ജസ്റ്റ് വെച്ച് നോക്കാം. നമ്മൾ വെച്ച് നോക്കിയാൽ ഇങ്ങനെയാണ് ഈ സ്റ്റാൻഡ് നിൽക്കേണ്ടത്. ഇനിയാണ് എനിക്ക് പറ്റിയ അബദ്ധം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. നമ്മൾ ഓരോ കാര്യങ്ങളും ഇങ്ങനെ പുതുതായിട്ട് ചെയ്യുമ്പോഴാണല്ലോ നമുക്ക് അബദ്ധങ്ങൾ പറ്റി നമ്മൾ കൂടുതൽ പഠിക്കുന്നത്. അപ്പം എനിക്ക് പറ്റിയത് നിങ്ങൾക്ക് പറ്റരുതെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാനിത് പറഞ്ഞു തരുന്നത്. അപ്പം ഞാൻ ഈ റിങ്ങിൽ സ്റ്റാൻഡ് വെക്കാൻ ഉദ്ദേശിച്ചത് നമ്മൾ നേരത്തെ സ്റ്റാൻഡ് വെക്കാൻ കാണിച്ചു തന്ന 2 സ്ഥലങ്ങളില്ലേ, അവിടെ 2 ഭാഗങ്ങളിലും മുറിച്ച് നമ്മളെ ഈ T ഷേപ്പിലുള്ള കണക്ടർ യൂസ് ചെയ്തിട്ട് ഒന്ന് കണക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് താഴത്തെ സ്റ്റാൻഡും കൂടെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ആവുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ നേരെ നടന്നതൊക്കെ വേറെ ആയിരുന്നു. നമ്മൾ ഈ T വെച്ചിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഇത് തീരെ നിൽക്കുന്നുണ്ടായിരുന്നില്ല. അപ്പം തന്നെ ഇങ്ങനെ വിട്ട് പോരുമായിരുന്നു. ഒരു ഭാഗം കണക്ട് ചെയ്താൽ അപ്പുറത്തെ ഭാഗം വിട്ടുപോരും, ഈ ഒരു ഭാഗം കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പുറത്തെ ഭാഗം വിട്ടുപോരും. ഞാൻ അങ്ങനെ എൻ്റെ കുറേ ടൈം അതിന് വേണ്ടി വേസ്റ്റ് ചെയ്തു എന്നല്ലാതെ വേറെ ഒരു കാര്യം ഉണ്ടായില്ല കേട്ടോ. പിന്നെ ഞാൻ ഈ പൈപ്പൊക്കെ ഒട്ടിക്കുന്ന പശ മേടിച്ചു, എന്നിട്ട് അതുകൊണ്ട് ഒട്ടിക്കാൻ നോക്കി. പക്ഷെ അതും നടന്നില്ല. അവസാനം നിന്റെ തൊട്ടപ്പുറത്ത് വീട്ടിലൊരു കുട്ടി വന്ന് ഞാൻ ഈ മുറിച്ച റിങ് അവന് തീയൊക്കെ വെച്ച് ഉരുക്കി ഒട്ടിച്ച് തന്നു. അങ്ങനെ ഈ സ്റ്റാൻഡ് ഇതുപോലെ ഒരു വൈറ്റ് ടാപ്പ് വെച്ചിട്ട് ഒട്ടിക്കുകയും ചെയ്തു. അവനെന്തോ കണക്ടർ ഇങ്ങനെ മുറിച്ചെടുത്തിട്ടൊക്കെയാണ് ഒട്ടിച്ചത്. അങ്ങനെ ഫൈനലി നമ്മളെ ബലൂൺ സ്റ്റാൻഡ് ഇവിടെ റെഡിയായി. ചെറിയ അമാന്തതകൾ ഉണ്ടെങ്കിലും ഇതുകൊണ്ട് നമുക്ക് ഓക്കെ ആണ് കേട്ടോ. അങ്ങനെ നമ്മൾ പിറ്റേ ദിവസം മോർണിംഗ് ആയി. നമ്മൾ ഈ ഒരു തീമിലുള്ള ബലൂൺസ് ആട്ടോ എടുത്തത്. 2 കളർ ബലൂൺ എടുത്തു. അതൊക്കെ വീർപ്പിച്ചെടുക്കുന്നുണ്ട്. അത് ഞാനും എൻ്റെ സിസ്റ്ററും ഹസ്ബൻഡും കൂടിയിട്ടാണോ എല്ലാം വീർപ്പിച്ചെടുത്തത്. അങ്ങനെ നമ്മൾ കുറച്ചധികം ബലൂൺ തന്നെ വീർപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഒരുപോലെയുള്ള 2 കളേഴ്സ് തമ്മിൽ ഒന്ന് കെട്ടിക്കൊടുക്കണം. അങ്ങനെ 2 ബലൂണുകൾ നമ്മളൊന്ന് കെട്ടിക്കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ ബലൂണ് പൊട്ടുന്നൊക്കെ ഉണ്ട് കേട്ടോ. ഞാനിടക്ക് നെട്ടുന്നൊക്കെ ഉണ്ടേ.
അങ്ങനെ നമ്മൾ കെട്ടിക്കൊടുത്ത ഈ രണ്ട് ബലൂണുകൾ തമ്മിൽ മൊത്തം 4 ബലൂൺ ഉണ്ടല്ലോ, അതൊന്നും ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെ അങ്ങോട്ട് തിന്നോളൂ കേട്ടോ. അങ്ങനെ ഇതുപോലെ നമ്മൾ കുറച്ചധികം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതുപോലെ നമ്മൾ 4 ആക്കി എടുത്ത ബലൂണ് ഞാൻ ഈ റിങ്ങിൽ ഡയറക്റ്റ് ഒന്ന് വെച്ച് നോക്കി, പക്ഷെ എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ബലൂണിൻ്റെ ഒക്കെ ഇവിടെ ഒരു ത്രെഡ് കിട്ടും, അതിൽ നമ്മൾ കെട്ടി കൊടുക്കുകയാണ് കേട്ടോ ചെയ്തത്. അങ്ങനെ ത്രെഡ് ഒരു വാതിലുമ്പോൾ പിടിച്ച് കെട്ടി ആദ്യം, പിന്നെ ഈ ബലൂണിലൊക്കെ അത് ഒന്ന് കണക്ട് ചെയ്ത് കൊടുത്തു. അങ്ങനെ നമ്മളടുത്ത് ഇങ്ങനെ നമ്മൾ ഈ 4 ബലൂണിലായിട്ട് ഉണ്ടാക്കിയെടുത്ത എല്ലാ ബലൂണും അതിൻ്റെ കൂടെ അങ്ങനെ കണക്ട് ചെയ്ത് കൊടുത്തു കേട്ടോ. അങ്ങനെ നമ്മൾ ആ ത്രെഡിൽ ഇങ്ങനെ കെട്ടി വരുമ്പോൾ അവസാനം ഇതുപോലെ ഇരിക്കും കേട്ടോ. ഇനി നമ്മൾ ഈ വാതിലിൽ കെട്ടിക്കൊടുത്ത ത്രെഡ് ഒന്ന് ഊരിയെടുത്തിട്ട് നമ്മൾ ഈ റിങ്ങിലോട്ടൊന്ന് ചുറ്റി കൊടുക്കാം. ഈ ത്രെഡിൻ്റെ ഒരു അറ്റ അവിടെ കെട്ടി കൊടുത്തിട്ട് നമ്മുടെ ഈ ബലൂൺ ഇങ്ങനെ ചുറ്റി എടുത്താൽ മതി. അപ്പം നല്ല വൃത്തിയായിട്ട് അവിടെ ഇരുന്നോളും. ഇനി ബാക്കി ചെയ്യാനുള്ളതൊക്കെ ഞാൻ പുറത്ത് പോയിട്ടാണ് കേട്ടോ ചെയ്ത്. പുറത്ത് ഈ ഭാഗത്ത് വെച്ചിട്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്യാന്ന് വിചാരിച്ചത്. അപ്പം നമ്മൾ അവിടെ വെച്ചിട്ടാണ് ബാക്കിയുള്ള ബലൂണൊക്കെ കെട്ടിയെടുത്തത്. ഇനി അങ്ങനെ ബാക്കി ഫില്ല് ചെയ്യേണ്ട സ്ഥലത്തൊക്കെ വലിയ ബലൂണുകൾ വെച്ചിട്ട് നമ്മളൊന്ന് കെട്ടി കൊടുത്തിട്ടുണ്ട്. അത് മുകളിലും താഴെയും എല്ലാ ഭാഗങ്ങളിലും ആയിട്ട് നമ്മൾ കെട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ കുറേ ബലൂണൊക്കെ ചെറുതാക്കി വീർപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത്ര തന്നെ വലുതാക്കാണ്ട് കുറച്ച് ചെറുതാക്കി വീർപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടെ ഇതിൻ്റെ കൂടെ ഒന്ന് കെട്ടിക്കൊടുത്തു. ഇടയിൽ മുകളിലും താഴെയും ഒക്കെ വരുന്ന ചെറിയ സ്പേസിലെല്ലാം ഈ ചെറിയ ബലൂൺ വെച്ചിട്ടാണ് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുത്തത്. അങ്ങനെ നമ്മൾ ഈ ഒരു ഭാഗം ഫുള്ള് വലുതും ചെറിയതും ആയിട്ടുള്ള കുറെ ബലൂൺസ് വെച്ചിട്ട് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുത്തു. പിന്നെ നമ്മൾ ഇതുപോലെയുള്ള ഒരു ഡബിൾ സൈഡ് ടാപ്പ് വെച്ചിട്ട് നമ്മളുടെ ആ മുകൾ ഭാഗത്ത് ഷാള് വെച്ചിട്ടും ഒന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ഈ ടാപ്പ് നമ്മുടെ റിങ്ങിലൊന്ന് കുറച്ച് ഭാഗത്ത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി എൻ്റെ കയ്യിലുള്ള ഒരു ജേഴ്സി ഹിജാബ് കൊണ്ടാണ് ഈ ഒരു ഭാഗം ഡെക്കറേഷൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഈ ജേഴ്സി ഹിജാബിന്റെ പ്രത്യേകത പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാണോ ഈ ഷാൾ വെച്ചത് അതുപോലെ കിടന്നോളൂ, അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഇണങ്ങില്ല കേട്ടോ. പിന്നെ നമ്മൾ ഈ ഡബിൾ സൈഡ് ടാപ്പ് വെച്ചിട്ട് ഒട്ടിച്ച കാരണം നല്ല വൃത്തി തന്നെ അത് അവിടെ ഇരുന്നോളും. നമ്മൾ ഇപ്പുറത്തെ സൈഡിലും കുറച്ച് ബലൂൺ വീർപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം എൻ്റെ ഫോണിൽ സ്റ്റോറേജ് ഫുള്ളായ കാരണം ഒരു ചെറിയ ഭാഗം നമുക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. ഇനി നമുക്ക് ഈ താഴത്തെ വൈറ്റ് നമ്മളെ ടാപ്പ് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ നമ്മളൊരു ഡബിൾ സൈഡ് ടാപ്പ് വെച്ച് ഒട്ടിച്ച് ഈ താഴത്ത് തൂങ്ങിക്കിടക്കുന്ന ജേഴ്സി ഹിജാബ് ഒന്ന് അങ്ങോട്ടാക്കിയിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ ആ ഭാഗം കൂടെ നമുക്ക് ക്ലിയർ ആയി കിട്ടി. പിന്നെ ഇതുപോലെ ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതിയിട്ട് ഹാങ് ചെയ്തിടണ ഒരു സംഭവം കൂടെ നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടെ അതിലൊന്ന് സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ എല്ലാ ഡെക്കറേഷൻ പണികളും പൂർത്തിയായി. ഫൈനൽ റിസൾട്ട് ഇങ്ങനെയായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലേ എന്നുള്ളതൊക്കെ കമന്റ് ചെയ്യുക. അപ്പൊ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കണ്ട.